നമസ്കാരം. ചുമ്മാ ഇരുന്ന ഗണേഷ് കുമാറിനെ ചെന്ന് ചുണ്ണാമ്പ് തേച്ച ചാണ്ടിമോന് വയറ് നിറച്ച് കിട്ടിയിട്ടുണ്ട്. എവിടെ പോയാലും എൻ്റെ പിതാവ്, എൻ്റെ പിതാവ് അല്ലാതെ സ്വന്തമായിട്ടൊന്നും പറയാനില്ല. കാര്യം എന്ത് പറയണമെങ്കിലും അപ്പൻ്റെ പേര് പറഞ്ഞ് ഒരു സഹതാപം അങ്ങോട്ട് ഇറക്കിയിടുക. സ്വന്തം കഴിവുകൊണ്ട് ഒരിക്കലും ഒരു തേങ്ങയാകാൻ പോകുന്നില്ല. എൻ്റെ അപ്പൻ, എൻ്റെ പിതാവ്, എൻ്റെ പിതാവ് എന്ന് പറഞ്ഞ് ആർക്കെതിരെയും 4 ഡയലോഗ് അങ്ങ് പിതാവിൻ്റെ പേരിൽ കാച്ചുക. അതിൻ്റെ പേരിൽ സെൻറ്റിമെൻറ്റ്സ് അടിച്ച് എനിക്കവിടെ സ്പേസ് ഉണ്ടാക്കുക എന്നുള്ളതാണ്. കാര്യം നൂലിക്കെട്ടി ഇറക്കിയതാണല്ലോ, അല്ലെങ്കിൽ പിൻവാതിൽ നിയമനമാണല്ലോ. സ്വന്തമായിട്ട് അധ്വാനിച്ച് രാഷ്ട്രീയത്തിൽ പ്രവർത്തിച്ച് വന്നതല്ലല്ലോ. പുതുപ്പള്ളിയിലേക്ക് അച്ഛൻ മരിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ കുടുംബ ഷെയറായിട്ട് ഒരു MLA സ്ഥാനം കിട്ടിയതുപോലെ വന്നതാണ്. എന്നിട്ട് പത്തനാപുരത്ത് മത്സരിക്കുന്ന ചാമക്കാലയ്ക്ക് വേണ്ടി അവിടുത്തെ ക്രിസ്ത്യാനികൾക്കിടയിൽ ഒരു തെറ്റിദ്ധാരണ ഉണ്ടാക്കാൻ വേണ്ടി എൻ്റെ പിതാവിനെ ഗണേഷ് കുമാർ ദ്രോഹിച്ചു എന്നൊരു ഡയലോഗ് അടിച്ചു. ആ ഡയലോഗിനാണ് ഇന്നിപ്പോൾ വയറ് നിറച്ച് മറുപടി കൊടുത്തിട്ടുള്ളത്. വയറ് നിറച്ച് വെറുതെ അല്ല, കാര്യമായിട്ട് വെച്ചനത്താൻ. കാര്യം പറ്റാത്ത പണിക്ക് പോകാതിരിക്കുക. സ്വന്തമായിട്ട് യാതൊരു കഴമ്പും ഇല്ല, കണ്ടന്റും ഇല്ല. പിന്നെ മാധ്യമങ്ങളെല്ലാം കൂടി എഴുതി പൊലിപ്പിച്ച് നിർത്തിയിരിക്കുന്ന ഒരു ഊതിപ്പെരിപ്പിച്ച ബലൂണാണ് ഈ പറയുന്ന ചാണ്ടിമോൻ. അതിനപ്പുറത്തേക്ക് രാഷ്ട്രീയ പരിചയമോ പ്രവർത്തിച്ചുള്ള പരിചയമോ സാമൂഹ്യ ബോധമോ ഒരു തേങ്ങയില്ല. അപ്പൻ്റെ മോൻ, അതുകൊണ്ട് എവിടെ ചെന്നാലും എൻ്റെ പിതാവ്, എൻ്റെ പിതാവ്. ആ ഡയലോഗിനാണ് ഇപ്പോൾ നിറച്ചങ്ങോട്ട് കൊടുത്തിട്ടുള്ളത്. അതാണ് പറയുന്നത്, ചുമ്മാ ഇരുന്നവനെ ചുണ്ണാമ്പ് തേച്ച എന്താണ് അവസ്ഥയെന്ന് ഗണേഷ് കുമാർ ഇന്ന് കൊടുത്ത പ്രതികരണത്തോടുകൂടി വയറ് നിറയുകയും പിന്നാലെ ഒരു മോങ്ങലും ആരംഭിച്ചിട്ടുണ്ട്. ഈ പറഞ്ഞ കണക്ക് മരണ വീട്ടിൽ ചെന്ന് രാമായണം വായിക്കുക MLA മാർക്ക് നല്ല ജോലിയായിരിക്കും. മരണ വീട്ടിൽ ചെന്ന് രാമായണം വായിച്ച് വായിക്കുകയൊക്കെ ചെയ്യുന്ന ചാണ്ടി ഉമ്മൻ അങ്ങനെ ഒരു സത്യസന്ധനും ദൈവവിശ്വാസിയാണെങ്കിൽ ബൈബിളിലൊരു വചനമുണ്ട്, കള്ളസാക്ഷി പറയുന്നവന് നരകം. ഖുറാനിലും പറയുന്നുണ്ട്. അപ്പോൾ കാണാത്തതും അറിയാത്തതുമായ കള്ളസാക്ഷി പറയരുത്. അയാൾക്കറിയാമോ അതിനെക്കുറിച്ച്? തെളിവെല്ലാം ഉണ്ടോ കയ്യിൽ? കൊട്ടാരക്കര കോടതിയിൽ എനിക്കെതിരെ ഒരു കേസ് കൊണ്ടു കൊടുത്തിട്ടുണ്ട്. കുറേ കാലമായിട്ട് നടത്തിയാണ്. ഒരു തെളിവോ ഒരു വക്കീലോ അവിടെ ഹാജരാവില്ല. എന്താണെന്നറിയോ വെച്ചേക്കുന്നത്? ഈ ഇലക്ഷൻ വരുമ്പോൾ അത് കുത്തിപ്പൊക്കാനാണ്. ഈ ഇലക്ഷൻ വരുമ്പോൾ ആ ഉമ്മൻചാണ്ടിയെ ദ്രോഹിച്ചു എന്ന് പറഞ്ഞ പുതിയ കഥ. ഇത്രയും കാലം ഉമ്മൻചാണ്ടിയുടെ മകനായ ചാണ്ടി ഉമ്മൻ അറിയാത്ത ഒരു സീക്രട്ട് ഈ ഇലക്ഷൻ്റെ തലയ്ക്ക് തലേന്ന് ആരെ പറ്റിക്കാനാണ് ഇറങ്ങിയിരിക്കുന്നത്. നമുക്ക് കുറച്ചുകൂടെയൊക്കെ ഒരു രാഷ്ട്രീയ ശരിയാണ്, ചില മകതിരിവും ലജ്ജയൊക്കെ വേണം. അങ്ങനെ ചെയ്ത് ഇത്രയും കാലം ഇല്ലാത്ത ഒരു 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 കണ്ടുപിടുത്തം അദ്ദേഹം ഈ ഇലക്ഷൻ പ്രമാണിച്ച് അസംബ്ലി ഇലക്ഷൻ അടുക്കുമ്പോൾ ഒരു ചെറിയ അസുഖമാണ്. ഈ അസുഖത്തിന് മറുപടി ഇത്രയേ ഉള്ളൂ. ചാണ്ടി ഉമ്മൻ വലിയ വിശ്വാസിയാണ്. എല്ലാ പള്ളികളിലും പുതുപ്പള്ളി പള്ളിയിലൊക്കെ എപ്പോഴും അങ്ങ് ഇരിക്കുന്ന ആളാണ്. എങ്കിൽ ബൈബിൾ എടുത്ത് വായിക്കുക. കള്ളസാക്ഷി പറയുന്നതും നീതിമാനായ ദൈവത്തിൻ്റെ വിശ്വാസിക്കുന്നവൻ നീതികേട് കാണിച്ചാൽ അവനെ ദൈവം ശിക്ഷിക്കുമെന്നാണ്. അത് രണ്ടും എടുത്തു വെച്ച് വായിച്ചേച്ച് അറിയാത്ത കാര്യങ്ങൾ പറയുക. തെളിവെല്ലാം ഉണ്ട്. കുറെ കാലമായിട്ട് ഇത് പറയുന്നല്ലോ. ഇത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ജഗദീഷ് വന്ന് മത്സരിച്ച കാലത്ത് ഇതല്ലേ പറഞ്ഞത്? ഇതെന്താണ് ഈ വിഷയം? ഈ വിഷയം ഇവിടെ ചർച്ച ചെയ്യേണ്ട കാര്യം. ഈ വിഷയം ഒരു വിഷയമാണ്. CBI എന്നോട് ചോദിച്ച ചോദ്യത്തിന് ഞാൻ കൊടുത്ത മൊഴി ആർക്കാണെങ്കിലും പരിശോധിക്കാം. ഉമ്മൻചാണ്ടി ഇത്തരത്തിലുള്ളൊരു പ്രവൃത്തി ചെയ്യുന്ന ആളല്ല എന്ന് എൻ്റെ അച്ഛൻ എന്നോട് പറഞ്ഞു മരിക്കുന്നതിന് മുമ്പ്. ഞങ്ങൾ അങ്ങനെ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞ മൊഴിയാണ് എൻ്റെ. ഞാൻ ഈ കള്ളം പറയേണ്ട കാര്യമൊന്നുമില്ല. ഞാൻ ആരെയും കള്ളക്കേസിൽ കുതുക്കുകയും ചതിക്കുകയും ചെയ്യുന്ന ആളല്ലെന്ന് എൻ്റെ നാട്ടുകാർക്കറിയാം. ഇത്തരം വേലകളും കൊണ്ട് നടക്കണ്ട. അതൊക്കെ നാണം കെട്ട പണിയാണ്. ഒരു ഇലക്ഷൻ എടുക്കുമ്പോൾ ഒന്നും പറയാനില്ല. വേറെ രാഷ്ട്രീയം വല്ലതും ഉണ്ടെങ്കിൽ പറ കുഞ്ഞേ. ചാണ്ടി ഉമ്മ രാഷ്ട്രീയം വല്ലതും ഉണ്ടെങ്കിൽ പറ, നമുക്ക് അതിന് മറുപടി പറയാം. ഉമ്മൻചാണ്ടി എന്നെ ദ്രോഹിച്ചതിന് കുഴപ്പമൊന്നുമില്ല. എൻ്റെ കുടുംബം തകർത്ത് എൻ്റെ സർവ്വതും പിടിച്ചു വാങ്ങിച്ച് എൻ്റെ മക്കളെയും എന്നെയും വേർപെടുത്തി വിടാൻ മധ്യസ്ഥ വഹിച്ച ഉമ്മൻചാണ്ടി ആ മര്യാദകേടിന് മറുപടി പറയണ്ടേ? പറയണ്ടെന്ന് വിചാരിച്ചാൽ വായിൽ വിരലിട്ടാൽ കടിക്കാത്ത ആരുമില്ല. അത് ഓർത്താൻ നല്ലത്. വായിൽ വിരലിടരുത്. ഞാൻ പഴയ കഥകളൊക്കെ പറയും. എൻ്റെ കുടുംബം തകർത്ത് എൻ്റെ മക്കളെയും എന്നെയും വഴിയാധാരമാക്കി 2 വഴിക്കാക്കിയ ദുഷ്ടത്തരത്തിന് ഉമ്മൻചാണ്ടി മറുപടി പറയൂ. ഉമ്മൻചാണ്ടിയുടെ മകൻ മറുപടി പറയൂ. മേലിൽ ഇത് പറയരുത്. പറഞ്ഞാൽ ഡേഞ്ചറസ് ആയിരിക്കും. എനിക്കും പറയാനുണ്ട് ചെയ്ത ചതികളൊക്കെ. ആരെയാ ചതിച്ചതെന്ന് ജനങ്ങൾക്ക് മനസ്സിലാക്കും. ഞാൻ ഇത്ര നാളും ഉണ്ടായിരുന്ന ആളാണ്. എന്നെ കൊണ്ട് പറയിക്കരുത്. അത് മാത്രമേ എനിക്ക് ചാണ്ടി ഉമ്മനോട് പറയാനുള്ളൂ. കള്ളം പറയുന്നതും കള്ളസാക്ഷി പറയുന്നതും. ഇലക്ഷൻ ആരെങ്കിലും സഹായിക്കാൻ വേണ്ടി ഒരു സ്ഥലത്ത് വന്നിറങ്ങിയിട്ട് ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞുണ്ടാക്കി ജനങ്ങളെ ഇത് കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞല്ലേ? ജഗദീഷ് മത്സരിച്ച ഇതിന് മുമ്പത്തെ ഇലക്ഷനിൽ ഇത് പറഞ്ഞല്ലേ ഈ സബ്ജക്റ്റ്? എന്നിട്ടെന്തായി? ജനങ്ങളെ കബളിപ്പിക്കാൻ ഇറങ്ങരുത്. രാഷ്ട്രീയമൊക്കെ ശരിയാണ്. അന്ന് ചാണ്ടി ഉമ്മൻ രാഷ്ട്രീയത്തിലില്ല. ഞാൻ ഉമ്മൻചാണ്ടിയെ ചതിച്ചു എന്ന് ഉമ്മൻചാണ്ടി പറഞ്ഞിട്ടില്ലല്ലോ. ഉണ്ടോ? ഉമ്മൻചാണ്ടി പറഞ്ഞിട്ടുണ്ടോ ഞാൻ ഉമ്മൻചാണ്ടിയെ ചതിച്ചു? ഞാൻ എന്ത് ഗ്രഹിക്കാനാണ് ഉമ്മൻചാണ്ടിയല്ലേ എന്നെ ചതിച്ചത്? ഞാൻ എന്ത് കുറ്റം ചെയ്തിട്ടാണ് എൻ്റെ മന്ത്രിസ്ഥാനം 2003 രാജിവെപ്പിച്ചത്? ഞാൻ ഏത് കുറ്റമാണ് ചെയ്തത്? എൻ്റെ പേരിൽ ഏത് കേസാണുള്ളത് ഈ നാട്ടിൽ? സത്യസന്ധമായി ഞാൻ ജീവിച്ചതാണോ?
നെല്ലിയാമ്പേതെ പോലെ വനഭൂമി പതിച്ചു കൊടുക്കാൻ തയ്യാറാവാത്തതുകൊണ്ടാണോ ഞാൻ രാജിവെച്ചത്? ഒരു കുടുംബ വഴക്കിനെ മന്ത്രിയെ രാജിവെപ്പിച്ചേച്ച് തിരിച്ചെടുക്കാം എന്ന് പറഞ്ഞ് നടന്ന് പറ്റിച്ചിട്ട് എല്ലാം കഴിഞ്ഞതിന് ശേഷം അങ്ങനെ പറഞ്ഞാൽ കൊള്ളാം. അതൊന്നും പറയരുത്. ഉമ്മൻചാണ്ടി ജീവിച്ചിരുന്ന കാലത്ത് അദ്ദേഹം പറഞ്ഞില്ലല്ലോ ഞാൻ അദ്ദേഹത്തെ ചതിച്ചെന്നോ ദ്രോഹിച്ചെന്നോ ഒന്നും അദ്ദേഹം പറഞ്ഞില്ല. ആരോടെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? നിങ്ങളോട് ആരോടെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഇപ്പോൾ ഇറങ്ങിയിരിക്കുകയാണ്. ആരാണ്ട് പറയുന്ന കേട്ടുകൊണ്ട് കൂലി തല്ലുകാരനായിട്ട് ഇറങ്ങരുത്. ഇറങ്ങിയാൽ പലതും പറയേണ്ടി വരും. പറയിക്കണ്ട എന്നാണ് എനിക്ക് പറയാനുള്ളത്. മാന്യമായിട്ട് ഞാൻ പറയുകയാണ്, അത് പറയിക്കണ്ട. ഇതായിരുന്നു ഗണേഷ് കുമാറിന്റെ പ്രതികരണം. ഇത് പുറത്തേക്ക് വന്നതിന് ശേഷം നെഞ്ചത്തിടിച്ച് നിലവിളി തുടങ്ങിയിട്ടുണ്ട്. ആ നിലവിളി ശബ്ദം ഇട്ടിരിക്കുന്ന ഒന്ന് കേട്ടെ. കാര്യം ഞാൻ ഇങ്ങനെയൊന്നും അല്ല പറഞ്ഞിരുന്നത്. എൻ്റെ പിതാവിൻ്റെ പേര് പറഞ്ഞാൽ ബാക്കിയുള്ളവരെല്ലാം ഓച്ചാനിച്ച് നിന്ന് കേട്ടോളണം. എൻ്റെ പിതാവ് പുണ്യാളനാണ്. പിതാവിൻ്റെ പേര് പറഞ്ഞ് മകനായിട്ടുള്ള ഞാൻ പറയുന്നതിനെ എല്ലാം നിങ്ങൾ എന്ത് ചെയ്യണം? പിതാവിനോടുള്ള ബഹുമാനം കൊണ്ട് മിണ്ടാതെ നിന്ന് അതിനെ നേരിട്ടോളണം. ഇതാണ് ചാണ്ടിമോൻ ഉദ്ദേശിച്ചത്. അതിന് തൽക്കാലം സൗകര്യപ്പെടില്ലെന്നും വായിൽ അനാവശ്യമായി കോലിട്ടാൽ ആരായിരുന്നാലും പ്രതികരിച്ചു പോകും. അത് പ്രതികരിച്ചപ്പോഴുള്ള ആ മോങ്ങലൂടി ഒന്ന് കേട്ടെ. ഞാന് യാത്രയിലാണ്. അപ്പം ഞാനെന്ത് പറഞ്ഞു എന്നുള്ളത് നിങ്ങളും കേട്ടതാണ്, കേട്ടതാണ്. ഞങ്ങൾ പ്രതീക്ഷിക്കാത്ത ഒരു കാര്യമാണ് സംഭവിച്ചത് മാത്രമല്ല ഞാൻ പറഞ്ഞുള്ളൂ. അദ്ദേഹത്തെ പോലെ ഒരാളിൽ നിന്ന്, കാരണം എന്റെ പിതാവ് ഏറ്റവും അടുത്ത ബന്ധം ആണ് അദ്ദേഹത്തിന്റെ. ഞങ്ങൾ ഓരോരുത്തരും അതേപോലെ തന്നെയാണ് പരസ്പരം ബഹുമാനിച്ചിരുന്നത്. ആ കുടുംബത്തിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കാത്തൊരു കാര്യം നടന്നല്ലേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. വേറെ എന്തെങ്കിലും ഞാൻ പറഞ്ഞിട്ടുള്ളൂ? ഞാൻ വ്യക്തിപരമായി ഒരു ആക്രമണവും നടത്തിയിട്ടില്ല. ഇങ്ങനെ ഒരു സമയത്ത് അങ്ങനെയാണ് ഞങ്ങൾ കാര്യങ്ങൾ കേട്ടതും നടന്നെന്ന് വിശ്വസിച്ചത്. അതല്ലേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. എന്താണ് അതിൽ കൂടുതൽ പറഞ്ഞിട്ടുള്ളത്? ഈ കുടുംബം തകർത്തത് ഉമ്മൻചാണ്ടിയാണോ ഗണേശിന്റെ അദ്ദേഹം പറയുന്നത്? അദ്ദേഹത്തിന് മനസ്സാക്ഷിയോട് തന്നെ ചോദിക്കട്ടെ. നമുക്കിപ്പം എന്റെ പിതാവ് ഇന്നില്ല. അദ്ദേഹത്തിന് അവര് തമ്മിൽ നടന്ന കാര്യങ്ങൾ എന്താണെന്നൊന്നും എനിക്ക് പറയാൻ സാധിക്കത്തില്ല. അപ്പൊ കേരളത്തിലെ സാധാരണക്കാർക്ക് എല്ലാവർക്കും അറിയാം എന്താ സംഭവിച്ചെന്നുള്ളത്. ഞാൻ അതിലേക്ക് കൂടുതൽ കടക്കുന്നില്ല. അദ്ദേഹത്തിന്റെ മനസ്സാക്ഷിയോട് തന്നെ ചോദിക്കട്ടെ. അതേ ഇപ്പൊ സാക്ഷിയമൊക്കെ പറയുന്നത് കേട്ടു. അദ്ദേഹത്തിന്റെ മനസ്സാക്ഷിയോട് തന്നെ ചോദിക്കട്ടെ, ഈ പറയുന്നതിൽ എന്തെങ്കിലും സത്യമുണ്ടോ ഇല്ലയോ? അതായത് ഒരു തെരഞ്ഞെടുപ്പ് കാലത്ത് വീണ്ടും ഈ വിഷയം ചർച്ചയാക്കുന്നതിൽ ലക്ഷ്യം രാഷ്ട്രീയമായി തന്നെ ചാണ്ടിയുമ്മനുണ്ട്. പക്ഷെ രാഷ്ട്രീയം പച്ചയ്ക്ക് ഡയറക്റ്റായി സംസാരിച്ചോളൂ, ആർക്കെങ്കിലും വേണ്ടി പത്തനാപുരത്ത് എന്ന് വന്ന് പറയുമ്പോൾ അദ്ദേഹം ജ്യോതികുമാർ ചാമക്കാലയെ അഴിക്കാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ രാഷ്ട്രീയ ലാഭം ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടി പഴയ കഥകൾ വീണ്ടും വലിച്ചിഴയ്ക്കുന്നു. അതിൽ സത്യമില്ല. അങ്ങനെ വായിലേക്ക് കൈയിടല് എന്നത് ഒരു ഭീഷണിയാണോ ഈ ഗണേഷ് കുമാർ നടത്തുന്നത്? അങ്ങനെയെങ്കിൽ ഒരു ഭീഷണിയൊന്നും നമുക്കിത് വേണ്ടല്ലോ. ഇതിനകത്ത് ഭീഷണിയൊക്കെ അതൊക്കെ അദ്ദേഹത്തിന്റെ ഒരു ഒപ്പീനിയൻ എന്ന് മാത്രമേ ഞാൻ കാണുന്നുള്ളൂ. എന്റെ ഒപ്പീനിയൻ ഇതാണ്. ഇന്ന് മാത്രമല്ല എന്നും എന്റെ ഒപ്പീനിയൻ ഇതാണ്. ഇതിനു മുമ്പ് ഈ കാര്യങ്ങളെ കുറിച്ച് സംസാരിച്ചപ്പോഴും ഇത് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. ഇതിനകത്ത് പുതുതായിട്ടൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. ഇതിനു മുമ്പ് ഞാൻ പറഞ്ഞിട്ടുണ്ട്, പല വേദിയിൽ പറഞ്ഞിട്ടുണ്ട്. അതിനകത്ത് പുതുതായിട്ടൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. ശ്രീ ചാണ്ടിയുമ്മൻ, ആ പരാതിയുടെ പേജുകളുടെയൊക്കെ എണ്ണം കൂടിയതും കൂട്ടിച്ചേർക്കപ്പെട്ടതും ഉമ്മൻചാണ്ടിയെ അങ്ങനെ സമൂഹത്തിന് മുന്നിൽ ഇലഭ്യനാക്കുന്ന തരത്തിലേക്ക് വ്യവഹാരങ്ങളിലേക്ക് അടക്കമായി എത്തിച്ചതിലും ഗണേഷ് കുമാറിന്റെ പങ്കടക്കം അങ്ങ് ചൂണ്ടിക്കാണിച്ചൊരു സാഹചര്യം എന്തായിരുന്നു? അല്ല, ഇത് ഇതിനു മുമ്പ് തന്നെ ചൂണ്ടിക്കാണിച്ചിട്ടുള്ള സാഹചര്യമാണല്ലോ. ഇതിനു മുമ്പ് ചൂണ്ടിക്കാണിച്ചത് ഇങ്ങനെ നമ്മൾ കേട്ടിട്ടുണ്ട്. ഇങ്ങനെയുള്ള ഒരു കാര്യം നടന്നിട്ടുള്ളതായി കേട്ടിട്ടുണ്ട്. അതല്ലേ ഞാൻ ചൂണ്ടിക്കാണിച്ചുള്ളൂ. പുതുതായിട്ടൊന്നും പറഞ്ഞിട്ടില്ലല്ലോ. ഗണേഷ് കുമാർ എന്ന മന്ത്രി സ്ഥാനത്തിരിക്കുന്ന വ്യക്തി ഇത്രയധികം പ്രകോപിതനാകാനുള്ള ഒരു കാര്യം എന്തായിരിക്കാം? അത് അദ്ദേഹത്തിന് മാത്രമല്ലേ അറിയുള്ളൂ. എനിക്ക് എങ്ങനെ അറിയാം? ഞാൻ എന്താണ് പറഞ്ഞതെന്ന് നിങ്ങളെല്ലാം കേട്ടതാണ്. പ്രകോപനത്തിന് വേണ്ടി ഞാൻ ഒരു പരിധി വിട്ടൊന്നും പറഞ്ഞിട്ടുമില്ല. എന്റെ മാന്യത വിട്ട് ഒന്നും ഞാൻ പറഞ്ഞിട്ടില്ല. ഞാൻ ഒരു കേട്ട കാര്യങ്ങൾ ഞാൻ ഇങ്ങനെ സൂചിപ്പിച്ചു എന്നുള്ളതല്ലാതെ എന്താണ് ഞാൻ അധികമായി പറഞ്ഞത്? അദ്ദേഹത്തെ വ്യക്തിപരമായിട്ട് ഞാൻ എന്ത് ആക്ഷേപം നടത്തി? നിങ്ങൾ തന്നെ ആലോചിച്ചു. വാർത്തകൾ പറയിപ്പിക്കരുത് എന്ന് പറയുമ്പോൾ എന്തോ പറയാനുണ്ട് ഗണേശന് എന്നാണോ? അദ്ദേഹം പറഞ്ഞോട്ടെ. നമ്മളാരും തടയുന്നില്ലല്ലോ. അദ്ദേഹം പറഞ്ഞോട്ടെ, ഞങ്ങളാരും തടയുന്നില്ലല്ലോ. ഇതൊരു മറ്റൊരു ഏറ്റുമുട്ടലിലേക്ക് പോവുകയാണോ ഇത് വീണ്ടും? കാരണം ഇപ്പോൾ ശ്രീ ചാണ്ടിയുമ്മൻ, ഇതിപ്പോൾ കോടതിയിൽ കിടക്കുന്ന ഒരു വിഷയമാണ്. ആ കോടതിയിൽ തീർപ്പ് കൽപ്പിക്കപ്പെട്ടിട്ടില്ല. അങ്ങനെ ഒരു കോടതിയിൽ നിൽക്കുന്ന ഒരു വിഷയത്തിൽ മേലാണ് ഇങ്ങനെ ഒരു ആരോപണം കൂടി ഉണ്ടാകുന്നത്. അതിന്റെ കാര്യങ്ങളനുസരിച്ച് അദ്ദേഹത്തിന് എന്തെങ്കിലും പറയേണ്ട അദ്ദേഹം പറഞ്ഞോട്ടെ. ഞങ്ങളാരും തടസ്സം നിൽക്കുന്നില്ല. പക്ഷേ നടന്ന കാര്യങ്ങൾ, ഞങ്ങളുടെ മനസ്സിലുള്ള കാര്യങ്ങൾ, ഞങ്ങൾ കേട്ട കാര്യങ്ങൾ പറയുന്നതിന് പോലും അദ്ദേഹം പ്രകോപിതനാവുന്നത് എനിക്ക് മനസ്സിലാവാത്തൊരു കാര്യമാണ്. അത് കുഴപ്പമില്ല. അദ്ദേഹത്തിന് സ്വാതന്ത്ര്യം. വായിലേക്ക് കൊണ്ടുപോയി കൈയിട്ടു എന്നാണ് ഗണേഷ് കുമാറിന് തോന്നുന്നത്. ഞാൻ ഒന്നും പറയുന്നില്ല.
അപ്പോൾ ഇത് ഒരു ക്ലോസ്ഡ് ചാപ്റ്റർ ആയിട്ടില്ല ഈ തെരഞ്ഞെടുപ്പ് കാലത്ത്. ഇനിയും അതിന്റെ മറുപ്രതികരണങ്ങളൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ ഈ വിഷയം വീണ്ടും ചർച്ച ചെയ്യപ്പെടുകയാണ്. പ്രത്യേകിച്ച് ഉമ്മൻചാണ്ടിയെ പോലെയുള്ള ഒരു വ്യക്തിത്വം വീണ്ടും ഒരു ചർച്ച കഥാപാത്രമായി അല്ലെങ്കിൽ വീണ്ടും ഈ വിഷയത്തിന്മേൽ ഒരു ആരോപണ പ്രത്യാരോപണ രംഗത്തേക്ക് വീണ്ടും വരുന്നു എന്നൊരു പ്രത്യേകത കൂടി ഉണ്ടല്ലോ ചാണ്ടി ഉമ്മൻ. സോളാർ ഇഷ്യൂവിനെ ചൊല്ലി കൂടുതൽ വിവാദത്തിലോ കാര്യങ്ങൾക്കോ ഒന്നുമില്ല. എല്ലാവർക്കും എല്ലാ കാര്യങ്ങളും എന്താണെന്നുള്ളത് കേരളത്തിലെ കുട്ടികൾക്ക് പോലും അറിയാം. അപ്പൊ ഞാനതിനെ കൂടുതൽ ഒരു വിവാദത്തിലേക്കൊന്നും നയിക്കേണ്ട കാര്യമില്ല. വിവാദമായി നിൽക്കുന്ന ഒരു കാര്യമാണ് ഇല്ലേ? ഇതിനകത്ത് എന്താ ഞാൻ എന്തെങ്കിലും കൂടുതൽ കൂട്ടി പറഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്ക് തോന്നുന്നില്ല. ഈ കേരള പൊതുസമൂഹത്തിൽ നിൽക്കുന്ന കാര്യങ്ങൾ മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ, പുതുതായിട്ടൊന്നും പറഞ്ഞിട്ടില്ല. അതായത് ഒരു മുന്നറിയിപ്പാണ് ചാണ്ടി ഉമ്മന് മുന്നിൽ നൽകുന്നത് ഗണേഷ് കുമാർ. ഞാൻ പറഞ്ഞില്ലേ എന്ത് മുന്നറിയിപ്പാ ഉള്ളത് വരാൻ. കുടുംബം തകർത്തയാളാണ് ഉമ്മൻചാണ്ടി എന്ന് പറയുമ്പോൾ അതിന്റെ ഒരു ക്ലാരിറ്റി വരുത്തേണ്ട ബാധ്യത ശ്രീ ചാണ്ടി ഉമ്മൻ ഉണ്ടല്ലോ. എനിക്കെങ്ങനെ വരുത്താൻ പറ്റും? വരുത്തേണ്ടത് അതേ തന്നെ, അദ്ദേഹം വരുത്തട്ടെ. കിട്ടിയോ? ഇല്ല, ചോദിച്ച് അല്ലെങ്കിൽ ഇരന്ന് വാങ്ങി വയറ് നിറച്ച് വീട്ടിൽ കൊണ്ടുവച്ച് അനത്തിയാൽ മതി. അതുകൊണ്ട് എവിടെയെങ്കിലും ചെന്ന് ആർക്കെങ്കിലും വേണ്ടി തിരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ എൻ്റെ പിതാവ് എന്ന പേരിലൊക്കെ കുളം കലക്കാമെന്ന് വിചാരിച്ചാൽ വയറ് നിറച്ച് വാങ്ങിക്കൂട്ടും. അവിടെ സെന്റിമെന്റ്സോ സഹതാപമോ ഒന്നുമില്ല. ഒരു വിഷയവുമായി നേരിട്ട് യാതൊരു ബന്ധവുമില്ല. ഇന്നലകളിൽ ഉമ്മൻചാണ്ടിയുടെ മകൻ എന്നുള്ള നിലയ്ക്ക് മന്ത്രിമന്ദിരത്തിൽ നിന്നുകൊണ്ടോ അദ്ദേഹത്തിന്റെ കാറിൽ കയറി യാത്ര ചെയ്തു, ഇതാണ് ആകെ ലേബൽ എന്ന് പറയുന്നത്. അല്ലാതെ പുതുപ്പള്ളിയിൽ കഴിഞ്ഞ അരനൂറ്റാണ്ട് പ്രവർത്തിച്ച പാരമ്പര്യം അവരുടെ അടുത്തേക്ക് കൊണ്ടുപോയി നിർത്തിക്കഴിഞ്ഞാൽ ഒരു കാലത്തും നിയമസഭയുടെ പടി കാണാൻ യോഗ്യതയില്ലാത്ത വ്യക്തിയാണ്. അപ്പന്റെ പേര് പറഞ്ഞ് കുടുംബ ഷെയർ കിട്ടിയ വ്യക്തി ഈ രീതിയിലൊക്കെ വന്ന് നിന്ന് ഡയലോഗ് അടിച്ചു കഴിഞ്ഞാൽ ഞാൻ അപ്പന്റെ പേരല്ലേ പറഞ്ഞ്, എൻ്റെ പിതാവിനെ ദ്രോഹിച്ച കാര്യമല്ലേ പറഞ്ഞ്. പിതാവ് ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ ചെയ്ത പ്രവർത്തനങ്ങളൊക്കെ നാട്ടുകാർക്ക് അറിയാഞ്ഞിട്ടല്ല, അല്ലെങ്കിൽ ഏറ്റവും അവസാനം ഇദ്ദേഹത്തിനെതിരെ ഉയർന്നു വന്ന ആരോപണങ്ങളൊക്കെ നമ്മൾ കണ്ടതുമാണ്. എന്നിട്ട് സ്വയം പിതാവിന്റെ പേര് പറഞ്ഞ് സെന്റിമെന്റ്സ് ഇറക്കി സ്വന്തമായിട്ട് മാത്രമല്ല ബാക്കിയുള്ളവർ കൂടി അതിന്റെ ആനുകൂല്യം ഉണ്ടാക്കി കൊടുക്കാനുള്ള രാഷ്ട്രീയ നെറികേടോ വിവരക്കേടോ ഒക്കെ എവിടെ കൊണ്ടുവന്ന് ഇറക്കിയാൽ എന്താണ് അവസ്ഥയെന്നാണ് ഗണേഷ് കുമാർ തെളിയിച്ചത്.